ഹായ് ഫ്രണ്ട്സ്, പി സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വയനാട് എൽ ജി എസിനെ കുറിച്ചാണ്. വയനാട് എൽ ജി എസിൻ്റെ പ്രീവിയസ് കട്ട് ഓഫ്, അതേപോലെ തന്നെ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ്, ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ്, അതേപോലെ ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി, 2024 ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് നമ്മൾ നോക്കിയിട്ട് ഒരു ആവറേജ് എത്രമാത്രം റിപ്പോർട്ടഡ് ആകുന്നു, ആ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2021 വയനാട് എൽ ജി എസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 67.33 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 60 മുതൽ 63 വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഒന്നാം ഘട്ടം നടന്ന എക്സാം ആയിരുന്നു. താരതമ്യേന 3-4 ഘട്ടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പാടേറിയ എക്സാം ആയിരുന്നു ഒന്നാം ഘട്ടത്തിലെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരു 60-നും 63-നും ഇടയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 215 അഡ്വൈസേ പോയിട്ടുള്ളൂ ഈ 3 വർഷം കൊണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറി 178 വരെയും മെയില് ഫീമെയിൽ 169 വരെയുമാണ് പോയിട്ടുള്ളത്. പൊതുവേ വയനാട് ജില്ലയിൽ അഡ്വൈസ് വളരെ കുറവാണ് നടക്കുന്നത്. എൽ ജി എസിൽ അങ്ങനെ തന്നെയാണ്, അഡ്വൈസ് കുറവാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈഴവ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 177, 171 ആയിട്ടുള്ളൂ. SC ST സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി അതേപോലെ 185 വരെയും 188 വരെയാണ് പോയത്. LCയും സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. OBC കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ നിന്നാണ്, വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നാണ്. സിഖ് നടാർ എന്ന് പറയുന്നത് സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. SCCC നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്നാണ്, സപ്ലൈ ലിസ്റ്റ് ഫീമെയിലിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ധീവര നോക്കുകയാണെങ്കിൽ സപ്ലൈ ലിസ്റ്റാണ്. ഹിന്ദു നടാർ സപ്ലൈ ലിസ്റ്റാണ്. ഏകദേശം നോക്കുകയാണെങ്കിൽ ധീരവ, ഹിന്ദു നടാർ, അതേപോലെ തന്നെ SC ST, സിഖ് നടാർ എന്നീ കാറ്റഗറിയൊക്കെ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം സപ്ലൈ ലിസ്റ്റിന് താരതമ്യേന സാധ്യതയുള്ള ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. ഇനി വയനാട് ജില്ലയിലെ ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് നോക്കുകയാണെങ്കിൽ 2024 ജനുവരിയിൽ 3 വേക്കൻസി ആയിരുന്നു, ഫെബ്രുവരിയിൽ 7, മാർച്ചിൽ 11, ഏപ്രിൽ 1 വേക്കൻസി റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ മെയ്യിൽ 6. ഇങ്ങനെ ഈ ഒരു 5 മാസം നോക്കുകയാണെങ്കിൽ തന്നെ 10 മെയിൽ മാർച്ച് മാസത്തെ മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ 1 വേക്കൻസി വരെ റിപ്പോർട്ടഡായ മാസങ്ങളുമുണ്ട്. താരതമ്യേന വേക്കൻസി റിപ്പോർട്ടഡ് വയനാട് ജില്ലയിൽ എൽ ജി എസിന് വളരെ കുറവാണ്. ഇനി ജൂൺ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 7, ജൂലൈയിൽ 12, ഓഗസ്റ്റിൽ 8, സെപ്റ്റംബറിൽ 5, ഒക്ടോബറിൽ 12, നവംബറിൽ 5. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തിൽ മാത്രമേ ഒരു 10 അല്ലെങ്കിൽ 10 അടുപ്പിച്ചുള്ള വേക്കൻസികൾ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. എല്ലാം 10-ൽ താഴെയാണ് വേക്കൻസി റിപ്പോർട്ടഡ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് വേക്കൻസി എന്ന് പറയുന്നത് വയനാട് ജില്ലയ്ക്ക് ഒരു 7 ആണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മാസം ഏകദേശം 184 വേക്കൻസികളൊക്കെ റിപ്പോർട്ടഡ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ ഒരു 3 വർഷം എടുക്കുകയാണെങ്കിൽ തന്നെയും 10-300-നകത്തൊരു വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ടഡ് ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിനേക്കാളും ചെറിയൊരു ലിസ്റ്റ് ആയിരിക്കും വയനാട് ജില്ലയ്ക്ക് വരാൻ നമ്മൾ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ സപ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പ്രയോജനപ്പെടുന്നൊരു ലിസ്റ്റാണ് എൽ ജി എസിൻ്റെ വയനാട് ജില്ലയുടെ എന്ന് പറയാൻ പറ്റുന്നത്. എൽ ജി എസ് വയനാട് ജില്ല സെലക്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം നന്ദി, നമസ്കാരം.